സുപ്രീം കോടതിയിലെയും അതുപോലെ തന്നെ ഹൈക്കോടതിയിലൊക്കെ ഏറ്റവും വലിയ അഭിഭാഷകനാണെന്ന് പരിചയപ്പെടുത്തിയിട്ടാണ് അഡ്വക്കേറ്റ് ബിജു ജോർജ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മുമ്പിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നതും പരിചയപ്പെടുന്നതും. ഒരിക്കലും ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞില്ല അദ്ദേഹം സോളാർ കേസിലെ പ്രതിയാണെന്നും ബിജു രാധാകൃഷ്ണൻ തിരിച്ചറിയില്ല. അങ്ങനെ CSR ഫണ്ട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ഇതിന് കുറച്ച് ചിലവുകളുണ്ട്. പല ഘട്ടങ്ങളായിട്ടാണ് ഇദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് 28 ലക്ഷം രൂപയോളം വാങ്ങുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ കേസായിട്ട് നീ മുന്നോട്ട് പോക്കോ, ഞങ്ങൾക്ക് എന്ത് വരാനാണ്? സോളാർ കേസ് പോലത്തെ വലിയൊരു കേസിൽ CBI വിചാരിച്ചിട്ട് പോലും ഞങ്ങൾ എന്തും ചെയ്യാൻ പറ്റിയില്ല. ഈ മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ വണ്ടി ഇടിപ്പിച്ച് കൊല്ലും. അതിന് ഞങ്ങൾക്കൊരു മടിയില്ല. പൈസയും സ്വാധീനം ഒക്കെ ഉണ്ട്. ഭയങ്കര ഭീഷണി. ആലപ്പുഴ സൈബർ സെല്ലിലുണ്ടായിരുന്ന റിട്ടയർഡ് പോലീസുകാർ വരെ ബിജു രാധാകൃഷ്ണൻ്റെ സ്റ്റാഫുകളാണ്. എനിക്കറിയുന്നത് തന്നെ അങ്കമാലിയിലുള്ള പ്രമുഖരായ ഒരുപാട് അച്ഛന്മാർ 1 കോടിയും 90 ലക്ഷമൊക്കെ കൊടുത്ത ആളുകളുണ്ട്. മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ അടുത്ത ബന്ധമാണ്. നിങ്ങൾക്ക് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനത്തിനും എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ മന്ത്രി റിയാസിനെ ഞാൻ വിളിച്ചാൽ പുള്ളി ഓടി വരും എന്നൊക്കെ പറഞ്ഞിട്ട്. നമസ്കാരം. വിവാദമായ സോളാർ കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണൻ ആൾമാറാട്ടം നടത്തി കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി പരാതി. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് CSR ഫണ്ട് വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് ബിജു രാധാകൃഷ്ണനും ഭാര്യ നിഷ പീറ്ററും കോടികൾ തട്ടിയെടുത്തത്. തട്ടിപ്പിനിരയായ നിലമ്പൂർ സ്വദേശി റിൻഷാദിന്റെ പരാതിയിൽ കടവന്ത്ര പോലീസ് കേസെടുത്തു. കടവന്ത്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന NGO ഹെൽപ്പ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു തട്ടിപ്പ്. 2022 സമയത്താണ് ഞാൻ അഡ്വക്കേറ്റ് ബിജു ജോർജ് സുപ്രീം കോടതിയിലെയും അതുപോലെ തന്നെ ഹൈക്കോടതിയിലൊക്കെ ഏറ്റവും വലിയ അഭിഭാഷകനാണെന്ന് പരിചയപ്പെടുത്തിയിട്ടാണ് അഡ്വക്കേറ്റ് ബിജു ജോർജ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മുമ്പിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നതും പരിചയപ്പെടുന്നതും. ഈ സോളാർ കേസിൽ 1-ാം പ്രതിയായ ബിജു രാധാകൃഷ്ണൻ. ഒരിക്കലും ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞില്ല അദ്ദേഹം സോളാർ കേസിലെ പ്രതിയാണെന്നും ബിജു രാധാകൃഷ്ണൻ തിരിച്ചറിയില്ല. അദ്ദേഹം ഗ്ലൂട്ടാത്തൈൻ പോലത്തെ ഇഞ്ചക്ഷൻ ചെയ്ത് രൂപത്തിലും മാറ്റത്തിലും പേരിലും ഒക്കെ മാറി ലക്ഷറി വണ്ടികൾ പ്രീമിയം രീതിയിൽ ഓടിയും ബെൻസും BMW പല കാറിലാണ് ഇദ്ദേഹം ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. എനിക്ക് എറണാകുളത്ത് കുറച്ച് സലൂണുകളുണ്ടായിരുന്നു. ആ സലൂണിലേക്ക് വന്നൊരു ക്ലൈൻ്റ് ആയിരുന്നു. അങ്ങനെയാണ് എന്നെ പല സമയത്തും നമ്മൾ പ്രീമിയം ക്ലൈൻ്റ് ആയതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ തന്നെ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹം ഞങ്ങളോട് ഒരു റിൻഷാദെ ഞാൻ CSR ഫണ്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരുപാട് ഇന്ത്യയിലുള്ള ഒരുപാട് കമ്പനികളുടെയൊക്കെ ആളാണ് ഞാൻ. അതുപോലെ മാത്രമല്ല സുപ്രീം കോടതിയിലെ ഏറ്റവും വലിയൊരു അഭിഭാഷകനൊക്കെയാണ് എന്നൊക്കെ പരിചയപ്പെടുന്ന പുള്ളി നമ്മളെ പരിചയപ്പെടുന്നതൊക്കെ. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരമാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്. ഞങ്ങൾ എൻ്റെ ഒരു 4 സുഹൃത്തുക്കളും ചേർന്നിട്ട് സാന്ത്വനം ഹെൽത്ത് ആനിമൽ വെൽഫെയർ RD ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ചാരിറ്റബിൾ ട്രസ്റ്റിന് ഫോം ചെയ്യുന്നത്, രൂപം കൊടുക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു ട്രസ്റ്റ് മാത്രം രൂപീകരിച്ചാൽ പോരാ, നമുക്ക് ഒരു പ്രൊജക്റ്റൊക്കെ വെക്കണം, അതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ഞങ്ങൾക്ക് 1500 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് പുള്ളി നമ്മൾ പറഞ്ഞത്. അതായത് 500 ബെഡുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. റിൻഷാദിനെ ഞാൻ അതിൻ്റെ MD ആയിട്ടും ചെയർമാനായിട്ട് ഇരുത്താം. റിൻഷാദ് ആലോചിച്ച് നോക്ക്, ഈ ബിസിനസ്സൊക്കെ മാറി ആ ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ MD ആയിട്ട് ഇരിക്കുന്നതൊക്കെ ആലോചിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം നമ്മളെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതൊക്കെ. അങ്ങനെ CSR ഫണ്ട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ഇതിന് കുറച്ച് ചിലവുകളുണ്ട്. സർക്കാർക്ക് പല ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കുറച്ച് പൈസ കൊടുത്താൽ മാത്രമേ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് അപ്രൂവലായി തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പല ഘട്ടങ്ങളായിട്ടാണ് ഇദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് 28 ലക്ഷം രൂപയോളം വാങ്ങുന്നത്. അതുമാത്രമല്ല ഗവൺമെൻറ് കൊടുക്കുന്ന 2 ആംബുലൻസുകൾ 1 കോടി രൂപയോളം വരുന്ന 2 ആംബുലൻസുകൾ നിങ്ങളുടെ ട്രസ്റ്റ് ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് 7 ലക്ഷം രൂപ അതെല്ലാം ചേർത്തിട്ടാണ് ഈ പറയുന്ന എമൗണ്ട് വരുന്നത്. 7 ലക്ഷം രൂപയോളം ഇദ്ദേഹത്തിന് എന്ത് ചെയ്ത് കാക്കനാട് വെച്ചിട്ടാണ് കളക്ടർ ഓഫീസിൽ വെച്ചിട്ടാണ് ആംബുലൻസ് കൈമാറുന്നത് കൊണ്ടാണ് ഈ സോളാർ കേസിൽ 1-ാം പ്രതിയായ ബിജു രാധാകൃഷ്ണൻ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതും തട്ടിപ്പ് നടത്തുന്നു. ഞങ്ങൾക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു ബിജു രാധാകൃഷ്ണൻ എന്ന് ഒരിക്കലും അറിയില്ലായിരുന്നു. പിന്നെയാണ് എൻ്റെ സുഹൃത്തായ ഒരു ഏലിയാസ് രാജു, അങ്കമാലിയിലുള്ള ഏലിയാസ് എന്ന് പറഞ്ഞ ആൾ എൻ്റെ വാട്സപ്പിലേക്ക് ഒരു വീഡിയോ അയച്ചു തരികയും ഇത് കണ്ടതിന് ശേഷം എന്നെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ വീഡിയോ ഞാൻ ഓപ്പണാക്കി നോക്കിയപ്പോഴാണ് സോളാർ കേസിലെ 2013 ആ സമയത്തുള്ള ആ വാർത്തകൾ കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. അപ്പം തന്നെ ഞങ്ങൾ ഇദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഇദ്ദേഹം ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പരിചയപ്പെടുത്തിയ ഹൈക്കോടതിയിലെ അഭിഭാഷകയായ അഡ്വക്കേറ്റ് നിഷ പീറ്റർ ഭാര്യയാണെന്നാണ് ഞങ്ങൾ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. അവരെ വിളിക്കുന്നു. അവർ പിന്നെ ഭയങ്കര ഭീഷണി. ഞാൻ പറഞ്ഞു മേഡം ഇത് ഞങ്ങൾ ബിജു രാധാകൃഷ്ണൻ ഞങ്ങൾ തിരിച്ചറിഞ്ഞു, ഞങ്ങൾ പൈസ അങ്ങ് തന്നേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീഷണി. ഞാൻ ആരോട് വെച്ചിട്ടാണ് കൊടുക്കാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞു നിന്നോട് കൊടുക്കാൻ, അത് പുള്ളിയുടെ കൈവാണ് വാങ്ങിയെടുക്കൽ, നിങ്ങൾ പൊട്ടന്മാരെ നിങ്ങൾ അതിൽ പോയി ചാടണം, പല രീതിയിലുള്ളത്. ഞാൻ പറഞ്ഞു നിങ്ങൾ കേസായിട്ട് നീ മുന്നോട്ട് പോക്കോ, ഞങ്ങൾക്ക് എന്ത് വരാനാണ്? സോളാർ കേസ് പോലത്തെ വലിയൊരു കേസിൽ CBI വിചാരിച്ചിട്ട് പോലും ഞങ്ങൾ എന്തും ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെയൊക്കെ റെക്കോർഡുകൾ എൻ്റെ കയ്യിലുണ്ട്. CBI വിചാരിച്ചിട്ട് പോലും ഞങ്ങൾ എന്തും ചെയ്യാൻ പറ്റിയില്ല. നീ എന്ത് ചെയ്യാനാണ്? ബിജു രാധാകൃഷ്ണൻ ഒരു മന്ത്രിസഭ മുഴുവൻ താഴെട്ട ആൾക്കാരാണ് ഞങ്ങൾ. UDF സർക്കാർ മുഴുവൻ താഴെട്ട ആൾക്കാരാണ് ഞങ്ങൾ. നീ എന്ത് ചെയ്യാനാടാ? ഭയങ്കര ഭീഷണി.
മറ്റേ UDF സർക്കാരുടെ സമയത്ത് തന്നെ ബിജു രാധാകൃഷ്ണനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ധൈര്യം കാണിച്ചിട്ട് വക്കീലാണ് ഞാൻ. നീ എന്ത് ചെയ്യാനാ? പിന്നെ അധികം കംപ്ലൈൻ്റ് ആയിട്ട് പോകാനാണ് പരിപാടി എന്നുണ്ടെങ്കിൽ സോളാർ കേസിൽ 5 കോടി രൂപ ഞങ്ങൾ നിനക്ക് തന്നിട്ട് ഞങ്ങൾ മൊഴി കൊടുക്കും, നിന്നെയും ആ കേസിൽ ഞങ്ങൾ പ്രതിയാക്കുമ്പോൾ ഭയങ്കര ഭീഷണിയായിരുന്നു. കൊന്നു കളയും, നീ മലപ്പുറത്ത് നിന്ന് എറണാകുളത്ത് നിന്ന് ബിസിനസ് നടത്തുന്ന ആളല്ലേ, നീ മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ വണ്ടി ഇടിപ്പിച്ച് കൊല്ലും, അതിന് ഞങ്ങൾക്കൊരു മടിയില്ല, പൈസയും സ്വാധീനം ഒക്കെ ഉണ്ട്, ഭയങ്കര ഭീഷണിയാണ്, നിന്നെ കൊന്നു കളയും, നിൻ്റെ വീട്ടുകാരെ കൊന്നു കളയും, അങ്ങനെ ഭയങ്കര ഭീഷണി. ആ സമയത്ത് എനിക്ക് പല രീതികളിലുള്ള ഭീഷണി കോളുകൾ, ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റുകളിൽ എന്നെ തെരഞ്ഞ് ഗുണ്ടകൾ വരുന്നു, അങ്ങനെ ഭയങ്കര രീതിയിലുള്ള ഭീഷണി ആയപ്പോഴാണ് ഞാൻ സിറ്റി പോലീസ് കമ്മീഷണറിന് ഞാൻ പരാതി കൊടുക്കുന്നത്. 2024 ഞാൻ പരാതി കൊടുക്കുന്നത്. പക്ഷേ പരാതി കൊടുത്തിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു ഇതും ഉണ്ടായില്ല. പക്ഷേ പിറ്റേ ദിവസം തന്നെ ഈ അഡ്വക്കേറ്റ് നിഷ കെ പീറ്ററിന് ഫോൺ വിളിച്ചു. നിങ്ങൾ എവിടെയാണ് പരാതി കൊടുത്തിരിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, ആരെ മുമ്പിലാണ് ഇത് ഇരിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, കേസായിട്ട് മുന്നോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ റിൻഷാദെ കൊന്നു കളയാൻ ഞങ്ങൾക്ക് യാതൊരു മടിയില്ല, ഞങ്ങൾ ചെയ്യും, അത് ചെയ്യാനുള്ള ആളും പവറും പൈസയും ഒക്കെ ഞങ്ങൾക്കുണ്ട്. നീ എന്താണ് വിചാരിക്കുന്നത്? ഒരു മറ്റേ ആര് വിചാരിച്ച പോലും ബിജു രാധാകൃഷ്ണൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ എന്ത് വിചാരിക്കാണ്ട് പുറ്റത്തോട് കൂടിയിട്ട് ഭയങ്കര ഭീഷണിയായിരുന്നു. അങ്ങനെ പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തില്ല, കേസായിട്ട് അധികം മുന്നോട്ട് പോകാൻ ഞാൻ നിന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എന്ത് ചെയ്തത്, ഒരു പ്രമുഖ ചാനലിൽ ബിജു രാധാകൃഷ്ണൻ്റെ പുതിയ തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നപ്പോഴാണ് ഞങ്ങൾ ഈ ന്യൂസ് അറിയുകയും അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണറും മുഖ്യമന്ത്രിക്കൊക്കെ വീണ്ടും പരാതി കൊടുക്കുന്നതും അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓർഡർ ഇട്ടു. ഉയർന്ന റാങ്കിലുള്ള DVSP റാങ്കിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെ വെച്ച് കേസ് അന്വേഷിക്കാമെന്നും DGP ദക്ഷിണ മേഖല DGPക്ക് ഇതിൻ്റെ കൈമാറിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ കടവന്തര പോലീസ് അദ്ദേഹത്തിന് ബിജു രാധാകൃഷ്ണനെതിരെയും അഡ്വക്കേറ്റ് നിഷ കെ പീറ്ററിനെതിരെയും അവരുടെ സ്റ്റാഫുകൾക്കെതിരെ, സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ പോലീസിൽ നിന്ന് റിട്ടയർഡ് ആയ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ സ്റ്റാഫാണ്. സൈബർ സെല്ലിൽ ആലപ്പുഴ സൈബർ സെല്ലിൽ ഉണ്ടായിരുന്ന റിട്ടയർഡ് പോലീസുകാർ വരെ ബിജു രാധാകൃഷ്ണൻ്റെ സ്റ്റാഫുകളാണ്. അതാണ് നമ്മുടെ ഓരോ നീക്കവും അവർ വ്യക്തമായിട്ട് അവരുടെ സ്വാധീനം ഉപയോഗിച്ച് അവർ അറിയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എവിടെ പോകുന്നു, എവിടെ വരുന്നു, ആരെ വിളിക്കുന്നു ഒക്കെ വ്യക്തമായിട്ട് അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർക്കെല്ലാം ഇതായിട്ട് കടവന്തര പോലീസ് FIR ഇട്ടു. പിന്നെ ഇവരുടെ ഭീഷണി തുടർന്നപ്പോൾ തന്നെ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബന്ധപ്പെടുകയും അങ്ങനെ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ, ഹൈക്കോടതി എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തരികയും ചെയ്തു. പോലീസ് പ്രൊട്ടക്ഷൻ തന്നു. എന്താവശ്യമുണ്ടെങ്കിലും ഏത് സമയത്തും പോലീസിനെ ബന്ധപ്പെടാമെന്നുള്ള പോലീസ് പ്രൊട്ടക്ഷൻ എനിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നു. ഈ പറയുന്ന അഡ്വക്കേറ്റ് നിഷ കെ പീറ്റർ തന്നെയാണ് നമ്മുടെ നടിയെ ആക്രമിച്ച കേസിലെ 2ാം പ്രതിയായ മാർട്ടിൻ്റെ അഡ്വക്കേറ്റ്. ഈ നിഷയാണ് മാർട്ടിൻ അഡ്വക്കേറ്റ്. അന്നത് ന്യൂസിലൊക്കെ നിങ്ങൾക്ക് കാണാം. അന്ന് 2022 ഞങ്ങൾ കുണ്ടന്നൂരുള്ള ട്രൈബൂട്ട് ഹോട്ടലിൽ മീറ്റിംഗ് നടക്കുന്ന സമയത്താണ് ഈ അഡ്വക്കേറ്റ് നിഷ കെ പീറ്റർ ഈ മാർട്ടിനെ ജാമ്യത്തിലാക്കിയിട്ട് ഞങ്ങളുടെ ഫ്രണ്ടിലേക്കാണ് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. എനിക്കന്ന് ഇയാളെ ഓടി വന്ന് ബിജു രാധാകൃഷ്ണനെ കെട്ടിപ്പിടിക്കുന്നു, എന്നിട്ട് എനിക്ക് പരിചയപ്പെടുത്തിയത് ഇതാണ് മാർട്ടിൻ നടിയെ ആക്രമിച്ച കേസിലെ 2ാം പ്രതിയാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയിരുന്നു. അതിനായിട്ടാണ് എന്നോട് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പറയുന്നത്. റിൻഷാദെ, ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം എന്നെ എന്ത് ചെയ്യുന്നത്, പാലാട്ട് പൈപ്പ് ലൈൻ റോഡിൽ ബിജു രാധാകൃഷ്ണനും നിഷയും വരുന്നു. അവരെ കാറിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. Audi A7 എന്നൊരു ബ്ലൂ കളർ കാറിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ദിലീപിൻ്റെ അനിയൻ 3 കോടി രൂപ കുമരകത്ത് വെച്ച് തരുമെന്നും അത് റിൻഷാദ് വാങ്ങണം, അത് മാർട്ടിന് കൊടുക്കേണ്ട എമൗണ്ടുകളാണ്. പിന്നെ ഈ പറയുന്നത് ഇപ്പോൾ മാർട്ടിൻ്റെ പുതിയ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ, നടിയെ ആക്രമിച്ച കേസിലെ കുറേ സംഭവങ്ങൾ ഫേസ്ബുക്കിലൊക്കെ. ഇതേ സെയിം സ്ക്രിപ്റ്റ്, ഇതേ കഥ അന്ന് കാറിൽ ഇരുന്നിട്ട് ഈ 2 പേരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ സെയിം കഥ. ഇതിൻ്റെ പുറകിലൊക്കെ ഈ ബിജു രാധാകൃഷ്ണൻ്റെ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമാണ്. അത് കഴിഞ്ഞ ദിവസം ന്യൂസ് വന്നപ്പം ഞാനിത് പ്രതികരിച്ചപ്പോൾ തന്നെ ഇൻ്റർവ്യൂ ബൈറ്റ് കൊടുത്തപ്പം ഇത് കേസ് അന്വേഷിക്കുന്ന തൃശ്ശൂർ കമ്മീഷൻ ഓഫീസ് എന്നെ വിളിച്ചിരുന്നു. പക്ഷേ അവരെൻ്റെ മൊഴിയെടുത്തു, എൻ്റെ മൊഴിയെടുത്തു. ഇതെവിടെ വെച്ചിട്ടാണ്, ഇത് വീഡിയോ എവിടെ ചിത്രീകരിച്ച് വരെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് അപ്പോൾ അവരുടെ കണക്കിലുള്ള സ്ഥലവും ഞാൻ പറഞ്ഞ സ്ഥലവും സെയിം ആയിരുന്നു. അത് എത്ര പേരാണ് ഈ തട്ടിപ്പിൽ ഇരയായത്? തട്ടിപ്പിൽ ഈ ബിജു രാധാകൃഷ്ണൻ തട്ടിപ്പിന് ഇരയായത് ഒരുപാട് ആളുകളുണ്ട്. കൂടുതൽ പള്ളിയിലച്ചന്മാരെയാണ് ഇദ്ദേഹം കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ്. ഇവരാകുമ്പം കേസായിട്ട് മുന്നോട്ട് പോകില്ല. ഇപ്പോൾ എനിക്കറിയുന്നത് തന്നെ അങ്കമാലിയിലുള്ള പ്രമുഖരായ ഒരുപാട് അച്ഛന്മാർ 1 കോടിയും 90 ലക്ഷമൊക്കെ കൊടുത്ത ആളുകളുണ്ട്. പക്ഷേ അവർ ഈ CSR ഫണ്ട്, അവർക്ക് ഡയാലിസ് സെൻ്ററിന് വേണ്ടിയിട്ട് CSR ഫണ്ട് 100 കോടി രൂപയും 45 കോടി രൂപയൊക്കെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലിയാസ് രാജു, അങ്കമാലിയിലെ ഏലിയാസിന് പറ്റിച്ചിരുന്നത് 1.5 കോടി രൂപയാണ്. 1.5 കോടി. പുള്ളിക്ക് തീരദേശ മേഖലകളിൽ ഗവൺമെൻറ് പണിയുന്ന 200 വീടിൻ്റെ കൺസ്ട്രക്ഷൻ
വാങ്ങിച്ചു കൊടുക്കാമെന്നും അതിൻ്റെ CSR ഫണ്ട് ആദ്യഘട്ടമായ 45 കോടി വാങ്ങിത്തരാമെന്നും പറഞ്ഞിട്ടാണ് ഏലിയാസിൻ്റെ കയ്യിൽ പല ഘട്ടങ്ങളിലായിട്ട് 1.5 കോടി രൂപയോളം ബിജു രാധാകൃഷ്ണൻ വാങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആൾ തമിഴ്നാട്ടിലൊക്കെ ഇദ്ദേഹം ഓരോ പ്രോഗ്രാമുകൾ വെച്ച് വലിയ രീതിയിലുള്ള തട്ടിപ്പാണ്. തമിഴ്നാട്ടിലെ വലിയ ഓഫീസാണ്, അവിടുത്തെ റിട്ടയേർഡ് ജഡ്ജിമാരെ വരെ ഉൾപ്പെടുത്തിയിട്ട് ആണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഒരു 1.5-2 മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്തൊരു കോളേജിൽ, ജെയിംസ് കോളേജ് പറഞ്ഞ വലിയൊരു കോളേജിൽ ഇദ്ദേഹം ബിജു ജോർജ് ആയിട്ട് ക്ലാസ് എടുക്കാൻ പോയി, അധ്യാപകനായിട്ട് ക്ലാസ് എടുക്കാൻ പോയി. അതിൻ്റെ വീഡിയോസൊക്കെ വന്നിരുന്നു. പക്ഷേ ഈ വാർത്ത വന്നതിന് പുറകെ എന്ത് ചെയ്ത്, കോളേജുകാർ അവരുടെ സൈറ്റിൽ നിന്നൊക്കെ ഒരു വീഡിയോ റിമൂവ് ചെയ്തു. പക്ഷേ കോളേജുകാർ പോലും അതിശയപ്പെട്ടു. ഇത് സോളാർ കേസിൽ 1-ാം പ്രതി ബിജു രാധാകൃഷ്ണൻ എന്നുള്ള കാര്യം അവർ വരെ ഞെട്ടിപ്പോയി. ഞങ്ങൾക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ ഭാവത്തിനും സ്വഭാവം ഒരു വ്യത്യാസമില്ല. എന്നുവെച്ചാൽ അത്രയും സുന്ദരനായ വെളുത്തിട്ട് കസവുകര മുണ്ടൊക്കെ എടുത്ത് പ്രീമിയം കാറിൽ ലക്ഷറി വാഹനത്തിൽ വരുന്ന ഒരു വ്യക്തിയായിട്ടാണ്. അതും അഡ്വക്കേറ്റ് ബിജു ജോർജ് ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലും കാറിലൊക്കെ ക്രൈസ്തവ പുണ്യാളൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ആ രീതിയിലായിരുന്നു. പിന്നെ ഈ ഏലിയാസ് അയച്ചുന്ന വീഡിയോ കണ്ടപ്പോഴാണ് ഇത് സോളാർ കേസിലെ 1-ാം പ്രതിയായ ബിജു രാധാകൃഷ്ണൻ എന്നറിയുന്നത്. അന്ന് ഞങ്ങളോട് പറഞ്ഞത്, റിൻഷാദ് ഒരു കാര്യത്തിന് പേടിക്കണ്ട, മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ അടുത്ത ബന്ധമാണ്, നിങ്ങൾക്ക് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനത്തിനും എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മന്ത്രി റിയാസിനെ ഞാൻ വിളിച്ചാൽ പുള്ളി ഓടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഭയങ്കര രീതി. അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിശ്വസിച്ച് പോയതാ, ഇത്രയും സർക്കാരൊക്കെ ഇത്രയും ബന്ധമുള്ള ആളുകളാണല്ലോ എന്ന് ഞങ്ങളന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിച്ച് പോയിട്ടാണ് ഈ പൈസ ഞങ്ങൾ ബിജു രാധാകൃഷ്ണന് കൊടുത്തത്. നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നു. FIR ഇട്ടിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ DOSP അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്വേഷണം മുന്നോട്ട് പോകാൻ തന്നെയാണ്. സംഘടനകൾ ഇവരുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ബിജു രാധാകൃഷ്ണൻ, ബിജു ജോർജ് എന്ന വ്യാജ പേരിലാണ് തട്ടിപ്പ് നടത്തിയതെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്.